ആ സുഭാഷിണിയുടെ വായിന്ന് വല്ലതും കീർത്തനയുടെ അച്ഛന്റെ ചെവിയിൽ വീണാൽ അവളാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വെമ്പല് കൊണ്ടിരിക്കുക. ആലോചിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. സുഭാഷിണിന്റെ കാര്യം ചേച്ചി എനക്ക് വിട്ടേക്ക്. ഓളെ വായി ഞാൻ അടപ്പിച്ചോളാം. എന്തായാലും അവൾക്കിട്ട് കൊടുത്ത പേര് കൊള്ളാം, സുഭാഷിണി. വായി തുറന്ന വേണ്ടാതിന് മാത്രമേ പറയൂ, ശവം. ഞാനെന്തായാലും ഒന്നങ്ങോട്ട് ചെല്ലട്ടെ. അവള് കരഞ്ഞു കലങ്ങിയ വീട്ടിലേക്ക് വന്നത്. ആ മനസ്സിലൂടെ എന്താ ഓടുന്നതെന്ന് ആർക്കറിയാം. ചെല്ല്. സന്ദീപ് സാർ വന്നിട്ടില്ല? സന്ദീപേട്ടന് ഒരു അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് വെളുപ്പിനെ പോയി. ഊണിന് മുമ്പ് എത്തുമെന്നോ പറഞ്ഞത്. നിനക്കെന്താ ഒരു വിഷമം? ഏയ് ഒന്നുമില്ല. അല്ല, നമ്മുടെ മീനാക്ഷി എവിടെ? സ്കൂളിലെ ഓണാഘോഷത്തിന് പോയിരിക്കുക. മീനാക്ഷി എപ്പാ സാഗരേ അവിടെ നിന്ന് എത്തുക? അവൾക്കിന്ന് പൂക്കള മത്സരവും ഓണസദ്യയൊക്കെ ഉള്ളതല്ലേ അമ്മേ. ഓ, എന്നാ പിന്നെ ഒരു 3:30 കഴിഞ്ഞിട്ട് നോക്കിയാ മതി. അല്ല, അപ്പും പാലും എടുത്തു? അമ്മ കണ്ടില്ലേ, അവര് വീട്ടിനകത്തേക്ക് പോയി. ആ ശരി. വേണ്ട, ഈന്റെ ഒന്നും ഒരു ആവശ്യമില്ല മോളെ. ഞങ്ങളുടെ അവിടെയൊക്കെ ഓണത്തിന് ഇങ്ങനൊരു ചടങ്ങുള്ളതാ. മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ നമ്മൾ ആദ്യ സദ്യ വിളമ്പും. വേണ്ടപ്പെട്ടവരോ? ആര് വേണ്ടപ്പെട്ടവരും? ആർക്ക് വേണ്ടപ്പെട്ടവരും?
മരിച്ചുപോയവരോട് എന്തിനാ അമ്മ ഇനിയും വാശി? അതെന്തിനാന്നറിയണമെങ്കിൽ ഞാൻ കടന്നു വന്ന ജീവിതം മോൾ അറിയണം. ഈ കണ്ട കാലം എന്നെ ദ്രോഹിച്ചവരോടെല്ലാം വെറുപ്പോ വിദ്വേഷോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരാളെ ഞാൻ അടിമുടി വെറുക്കണമെങ്കിൽ ഞാൻ അനുഭവിച്ച മാനസികവും ശാരീരികമായ വേദന എത്രയാന്ന് മോക്ക് ഊഹിക്കാൻ പറ്റോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടെന്ന്. ഭർത്താവെന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഒരാണും ഒരു പെണ്ണിനെയും ഓന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോണ്ട് വരരുത്. അത്രയ്ക്ക് എന്താ ആന്റി സംഭവിച്ചത്? ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഇരിക്കണം. ഓണസദ്യ ആർക്ക് വേണോടെ ഓണസദ്യ? ആന്റി, നീ പറഞ്ഞില്ലേ വേണ്ടപ്പെട്ടവരെന്ന്? ഭർത്താവെന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ജീവിച്ച് അയാളെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉൾപ്പെടെ സർവ്വതും ഒരുക്കി കൊടുത്ത് അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി കുട്ടികളെ പ്രസവിച്ച് പോറ്റി വളർത്തുന്ന ഒരു ഭാര്യയെ തന്റെ കാൽ കീഴിലിട്ട് അടിമയെ പോലെ ചവിട്ടി ഞെരിക്കായിരുന്നു നീ പറഞ്ഞ ഈ വേണ്ടപ്പെട്ടവൻ. ജീവിച്ചിരിക്കുമ്പോ കൂടെയുള്ളവരുടെ വേദന കാണാൻ കഴിയാത്തവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തറിയാം? അതുകൊണ്ട് ഈ പ്രഹസനം ഇവിടെ ആവശ്യമില്ല. പപ്പ ഇങ്ങനെ പരിപ്പില് പപ്പടം പൊടിച്ച് സദ്യ കഴിക്കുന്നത് കാണാൻ നല്ല രസാ. പക്ഷേ എന്റെ മോൾ ഓണസദ്യ കഴിക്കില്ലല്ലോ. എന്ത് ചെയ്യാൻ അച്ഛാ, എന്റെ മമ്മിയെ പോലെ ഞാനൊരു നോൺ വെജ് ഫാൻ ആയിപ്പോയി. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് ഇരിക്കാം. ഇങ്ങോട്ട് അപർണമോളും ഇരിക്കേ. വേണ്ട ആന്റി, ആന്റിയോടൊപ്പം ഞാൻ പിന്നെ ഇരുന്നോളാം. ആന്റി ഒറ്റയ്ക്ക് അങ്ങനെ വിളമ്പി തരണ്ട, ഞാനും കൂടാ. എന്നാ പിന്നെ ഞാനും ഏട്ടത്തിയോടൊപ്പം ഓണസദ്യ ഉണ്ടോളാം. എന്നാ അങ്ങനെ ആവട്ടെ. കഴിക്കേ കഴിക്കേ. എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ. അങ്കിള് വന്നല്ലോ.
ഞാൻ മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട് ഓണസദ്യ ഉണ്ണാൻ. ഇത് സോറി, പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് കിരൺ, യാമിനിയുടെ അടുത്ത സുഹൃത്ത് മധുമിതയുടെ മകനാണ്. എന്നാലും കൃത്യസമയത്ത് എത്തിയല്ലോ. രണ്ടാളും ഇരിക്കൂ. ഹായ് അപർണ. ഹായ് ബാലു. ഹാപ്പി ഓണം സാഗർ. ഹാപ്പി ആണോ? കിരണ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് ആക്സിഡന്റിലേക്ക് കണ്ടതാ. ഓണമൊക്കെ ഏതൊരായെന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ മാസം അവരുടെ കുടുംബത്തിലൊരു മരണം നടന്നതിനാൽ ഇത്തവണ ഓണം ആഘോഷം ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങ് കൂടെ കൂട്ടി. ഒട്ടും താല്പര്യമില്ലായിരുന്നു വരാൻ, ഞാൻ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാ. അതിനെന്താ, അതില് സന്തോഷേ ഉള്ളൂ. മോളെ പരിപ്പെടുത്ത് വിളമ്പി കൊടുക്കും. ചെല്ല്. എക്സ്ക്യൂസ് മീ. ബാലു, ബാലുവിന് എന്ത് പറ്റി? ഞാൻ നോക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, സാർ എണീക്കണ്ട. ഓനെന്തെങ്കിലും വയറ്റിൽ പിടിക്കാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ കഴിച്ചോളി. ആ, എന്ത് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്താ ബാലു ഇത് ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ? എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന് പ്രതികരിക്കാം? ആ, ഞാനെന്ത് പ്രതികരിക്കാൻ? ഒരു ചെറിയ കാര്യത്തെ നീ ഇങ്ങനെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ ബാലു. ചെറിയ കാര്യം നീ അവന് വിളമ്പി കൊടുക്കുന്നത് കണ്ടപ്പോ സത്യത്തില് എന്റെ കൺട്രോൾ പോയി. നീ ഇത്രയ്ക്ക് പൊസസീവ് ആണോ? ആരാ അത്രയ്ക്ക് പൊസസീവ് അല്ലാത്തത്? ഇത്രയും പൊസസീവ്നെസ് ഇല്ലാന്ന് തോന്നി. അതുണ്ടല്ലോ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. ഉപയോഗിക്കുന്ന സ്വന്തം കാർ മുതൽ എഴുതുന്ന പേനയും നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനോട് പോലും അങ്ങേയറ്റം പൊസസീവ്നെസ് ഉള്ള ആളാ നീ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ മറ്റാരെങ്കിലുമായി ഷെയർ ചെയ്യാൻ പറഞ്ഞ ചെയ്യുന്ന ആളാണോ നീ? ജീവനില്ലാത്ത കാറിനോടും പേനയോടും ഡ്രസ്സിനോടും ഒക്കെ നീ ഈ കാണിക്കുന്ന സ്വാർത്ഥത എന്റെ ജീവന്റെ ജീവനായ നിന്നോട് തോന്നിപ്പോകുന്നതിന്റെ പേരാണോ പൊസസീവ്നെസ്? ഞാൻ അവന് സന്തോഷത്തോടെ വിളമ്പി കൊടുത്തു എന്നാണോ നീ കരുതിയിരിക്കുന്നത്? അതെന്തു ആയിക്കോട്ടെ, ആ കാഴ്ച എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവൻ അവിടെ വലിഞ്ഞു കയറി വന്നിരുന്നപ്പോ സുധാന്റിയോട് ഒറ്റയ്ക്ക് വിളമ്പിക്കോന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കണായിരുന്നോ? ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻ അല്ലേ? അതിനിടയില് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ അതെല്ലാവരുടെയും സന്തോഷം കെടുത്തില്ലേ ബാലു? യഥാർത്ഥ പ്രശ്നം അതല്ലല്ലോ. ആ കിരൺ ഞാൻ നമ്മളാരും ഈ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല.
എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരുത്തനെ ഈ പരിപാടിക്ക് നിന്റെ സന്ദീപ് അങ്കിള് വിളിച്ചോണ്ട് വന്നതല്ലേ ഇതിനൊക്കെ കാരണം? ആ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. അങ്കിളിന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് നിനക്കും അറിയാവുന്നതല്ലേ. എന്ത് വില കൊടുത്തും ഇത് പൊളിക്കാനാ പുള്ളി ശ്രമിച്ചോണ്ടിരിക്കുന്നെ. ആ ഇഡിയറ്റിന്റെ കാര്യ ഞാൻ ആലോചിക്കുന്നെ, ആ കിരണ്ടെ. ഇവനെ പോലെ ഉള്ളവന്മാരൊക്കെയാ പെൺകുട്ടികളുടെ ശാപം. എൻഗേജ്ഡ് ആണെന്ന് അറിഞ്ഞാലും പിന്നെയും പുറകെ നടന്ന് ശല്യം ചെയ്യും. അങ്ങനെ നോക്കുമ്പോ നിന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത അവനുണ്ടോ? അങ്ങനെ തന്നെ സോപ്പിട്ടെന്റെ പിണക്കം മാറ്റാന്നൊന്നും നീ കരുതണ്ട. സോപ്പോ? ആര് സോപ്പിടുന്നു? ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യ. പരസ്പര വിശ്വാസം ഉണ്ടെങ്കിലേ ഇങ്ങനൊരു പിണക്കത്തിന്റെ ആവശ്യേ ഇല്ല. ഇത് വിശ്വാസത്തിന്റെയോ വിശ്വാസക്കേടിന്റെയോ സംശയത്തിന്റെയോ ഒന്നും പ്രശ്നമല്ല. ഉദാഹരണത്തിന് കണ്ണിലൊരു കരട് വീണ കാഴ്ച നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. പക്ഷെ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ അത് ആർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എത്ര കാര്യമാക്കാതിരിക്കാൻ ശ്രമിച്ചാലും അത് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളും. സോറി, ഇനി ഞാനായിട്ട് നിന്റെ കണ്ണിൽ ഒരു കരടും ഇടില്ല. നീ എഴുന്നേറ്റ് വന്നേ, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നീ ചെല്ല്, ഞാൻ വരാം. എല്ലാരും പോയി കഴിഞ്ഞിട്ടും എന്റെ കൂടെ കഴിക്കാൻ നീ വന്നില്ലെങ്കിൽ ഈ തിരുവോണത്തിന് ഞാൻ പട്ടിണി കിടക്കും. എന്റെ പൊന്നുമോള് പട്ടിണിയൊന്നും കിടക്കണ്ട. തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ബേബി ഗോപാലന്റെ പിണക്കം മാറിയല്ലോ. യെസ്. സാഗരെ, പരിപ്പൊഴിക്കട. നീ എന്തിനായി കാണിക്കുന്നത്? അത് പച്ചടിയാ. പച്ചടിയും പരിപ്പും കണ്ടാ തിരിച്ചറിയാൻ പറ്റൂല. പരിപ്പ് നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ കുരിപ്പ്. സോറി അമ്മേ, എല്ലാം ഒരേ കളർ ആയതുകൊണ്ട്. എടാ, ആടെ ഇരിക്കുന്ന പരിപ്പ് കുറച്ച് വിളമ്പ്. ഈശ്വരാ, മിക്കവാറും ഞാനിത് പകുതിയിലിട്ടിട്ട് നിങ്ങൾക്ക് വിളമ്പി തരേണ്ടി വരുന്ന തോന്നുന്നു. ഡോണ്ടു അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കും. ഇങ്ങനെ പണിയെടുക്കാൻ മടിച്ചിട്ടാ മീനാക്ഷി നൈസായിട്ട് സ്കൂട്ടായി സ്കൂളിലെ ഓണാഘോഷത്തിന് പോയത്. ഇവൻ പറയുന്നത് കേട്ടാ തോന്നും ഇതെന്തോ മലമറിക്കുന്ന പണിയാണെന്ന്. ചുമ്മാ വളവളാന്ന് വർത്താനം പറയാതെ വിളമ്പുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമോനെ. അടുത്ത ഓണത്തിന് നീ ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നീ ഇവിടെ ഉണ്ടാവില്ലേ? ഈശ്വര, ഞാനിപ്പോ ഈ സദ്യയായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇതെന്താ തട്ടുപാത്ര ഇലയൊക്കെ ആയിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? മാധവ ഇവിടുന്ന് പോയിന്ന് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല ശ്യാമളേച്ചി. എന്തായാലും മോന്റെയും മോളുടെയും കൊച്ചുമോളുടെയും അടുത്തേക്കല്ലേ പോയത്. മാധവമ്മയ്ക്ക് അവിടെ സുഖമായിരിക്കും. കൊച്ചുമോളെന്ന് വെച്ചാ മാധവമ്മയ്ക്ക് ഭയങ്കര ജീവനാ. ഓളോടൊപ്പം മാധവമ്മ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ ശ്യാമളേച്ചി? പക്ഷേ കാര്യങ്ങൾ നീ കരുതും പോലെ അല്ല സുധാമണി. കീർത്തനയുടെ അച്ഛന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് മാധവമ്മയുടെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ആ മോനും മരുമോളും കൂടി സ്നേഹം നടിച്ചു കൊണ്ടുപോയതാ അവരെ.